നമസ്കാരം. ഋതിക ടിർക്കി എന്ന ജാർഖണ്ഡ് സ്വദേശിനിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഫ്ലാഗ് ഓഫ് ചെയ്ത ടാറ്റ നഗർ പട്ന വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റാണ് 27-കാരിയായ ഋതിക. ഒരു വനിതാ ലോക്കോ പൈലറ്റിന് എന്താണ് ഇത്ര വാർത്താ പ്രാധാന്യം എന്നൊരു സംശയം എവർക്കും തോന്നിയേക്കാം. എന്നാൽ ഈ നിലയിലേക്ക് എത്താനുള്ള വഴികൾ ഋതികയ്ക്ക് ഒട്ടും എളുപ്പമുള്ളതായിരുന്നില്ല. അതുതന്നെയാണ് ഋതികയെ താരമാക്കുന്നത്. ജാർഖണ്ഡിലെ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഋതിക റാഞ്ചിയിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. 2019 ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായി ജോലി ആരംഭിച്ച ഋതിക BIT മെസ്രയിൽ നിന്നാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയത്. ബിരുദം പൂർത്തിയാക്കിയ ശേഷം ജാർഖണ്ഡിലെ ധൻബാദ് ഡിവിഷനിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായി ജോലിയിൽ പ്രവേശിച്ചു. ബൊക്കാറോയിലെ ചന്ദ്രപുരയിലായിരുന്നു ആദ്യ പോസ്റ്റിംഗ്. 2021 ടാറ്റ നഗറിൽ ഋതിക എത്തി. പിന്നാലെ സീനിയർ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായി സ്ഥാനക്കയറ്റവും ലഭിച്ചു. ഋതിക ചരക്ക് പാസഞ്ചർ ട്രെയിനുകളിൽ ലോക്കോ പൈലറ്റായി ജോലി ചെയ്യുകയും തന്റെ കഴിവ് തെളിയിക്കുകയും ചെയ്തു. ഒരു ചെറിയ ആദിവാസി ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും അഭിമാനകരമായ ട്രെയിനുകളിൽ ഒന്നിന്റെ അമരത്തിലേക്കുള്ള ഋതികയുടെ യാത്ര അവളുടെ നിശ്ചയദാർഢ്യത്തെയും അർപ്പണബോധത്തെയും കൂടിയാണ് തെളിയിക്കുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ അത്യാധുനികമാണെന്നും ഋതിക പറഞ്ഞു. മറ്റു ട്രെയിനുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഓരോ കോച്ചിലും CCTV ക്യാമറകൾ, ഫയർ അലാറങ്ങൾ, ലോക്കോ പൈലറ്റുമായി ആശയവിനിമയം നടത്താൻ യാത്രക്കാർക്കായി എമർജൻസി ടോക്ക് ബാക്ക് സംവിധാനം എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസിൽ ലോക്കോ പൈലറ്റ് ആകുന്ന ജാർഖണ്ഡിലെ ആദ്യ ആദിവാസി വനിതാ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റാണ് ഋതികയെന്ന് അധികൃതർ വ്യക്തമാക്കി. ഋതിക മുൻപ് ഗുഡ്സ് പാസഞ്ചർ ട്രെയിനുകളുടെ ലോക്കോ പൈലറ്റ് ആയിരുന്നുവെന്ന് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. വന്ദേ ഭാരത് എക്സ്പ്രസിൽ ലോക്കോ പൈലറ്റായി ജോലി ചെയ്യുന്ന ഋതികയുടെ വീഡിയോ ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതും വൈറലാണ്. സീനിയർ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിനായതിന് പിന്നാലെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ മുഖങ്ങളിൽ ഒന്നായ വന്ദേ ഭാരതിന്റെ ലോക്കോ പൈലറ്റാകാൻ ഋതികയ്ക്ക് അവസരം ലഭിച്ചത്. ഉദ്ഘാടന വേളയിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റാകാൻ സാധിച്ചതിൽ ഋതിക സന്തോഷം പങ്കുവച്ചു. ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു ട്രെയിനിൽ ലോക്കോ പൈലറ്റായി സേവനം ചെയ്യുന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ഋതിക പറഞ്ഞു.